ഞാൻ ജസാർ, എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. അല്ല, എൻജിനീയറിങ്ങിന് ഇരിക്കുന്നു എന്ന് പറയുന്നതാകും ശരി. 6 അടി 4 ഇഞ്ച് ഉയരം, ഒരു എക്സ്ട്രാ 4 ഇഞ്ച് ഫീൽ ചെയ്യുന്നില്ലേ? ഇതാണ് ആദ്യത്തെ തലവേദന. 5.5 അടിക്കാർക്ക് വേണ്ടി പണിതിരിക്കുന്ന ഈ വാതിൽ. പ്രതിബന്ധങ്ങളുടേതായ മറ്റൊരു ദിനം കൂടി. ഗ്രാഫിക്സ് ഒരല്പം ബോറായിരുന്നെങ്കിലും ഈ ദുസ്വപ്നം ഇപ്പോൾ ഒരു പതിവായി മാറിയിട്ടുണ്ട്. ആ സ്വപ്നം കൊണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പായി. എല്ലാവരും പറയുന്ന പോലെ ഞാനെന്ന സൃഷ്ടിയിൽ ആവശ്യമില്ലാത്തത് എൻ്റെ തലയാണ്, എൻ്റെ വൃത്തികെട്ട തല. സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് അവർ നിരത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്, പക്ഷേ എൻജിനീയറിംഗ് എന്നൊരൊറ്റ ചോയ്സ് എടുക്കാവൂ എന്ന്. അങ്ങനെ ധാരാളം പ്രശസ്തരായ ബന്ധുക്കളുടെ അഡ്വൈസോടുകൂടി അപ്ലൈ ചെയ്ത 50 കോളേജിൽ കിട്ടിയൊന്നിൽ നമ്മളൊന്ന് പോയി. എൻ്റെ വീക്ക്നെസ്സുകളിൽ അടുത്തത് പ്രണയമായിരുന്നു. ഈ യൂണിവേഴ്സൽ വീക്ക്നെസ് എല്ലാവരെയും എന്നതുപോലെ തന്നെ എന്നെയും പിടികൂടി. ഭാഗ്യമോ നിർഭാഗ്യമോ, ഞാൻ പ്രണയിച്ച പെണ്ണിനെയും. എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി ഞാൻ ഓടിയ ഓട്ടം. എൻ്റെ അമ്മോ, ദയാവധം ചെയ്യുന്നതിന് ഇത്ര വലിയ നിയമക്കുറികൾ കാണില്ല. എത്രയോ പേപ്പറുകൾ, എത്രയൊക്കെയോ ഒപ്പുകൾ. അതൊന്നും കൊണ്ട് പോരാഞ്ഞിട്ട് ബാങ്ക് മാനേജറുടെ വക ഒരു അവിഞ്ഞ അഡ്വൈസ്. ലോണൊക്കെ അങ്ങേര് പാസ്സാക്കി തരാം, പക്ഷേ എൻ്റെ എക്സ്ട്രാ 4 ഇഞ്ച് അങ്ങ് ചെത്തിക്കളഞ്ഞില്ല. ഒരല്പം നീളം കൂടിപ്പോയെന്നോ ഇത്തിരി ബുദ്ധിയില്ലായ്മ കൂടിപ്പോയെന്നോ ഒക്കെയുള്ള എൻ്റെ കോംപ്ലക്സുകൾക്ക് മരുന്നായിട്ടാണ് കുരുന്നുകൾ ബുദ്ധിയേ ഇല്ലാത്ത, എന്നാൽ കോംപ്ലക്സും ഇല്ലാത്ത ഈ ആത്മാഭിമാനി എൻ്റെ സുഹൃത്താവുന്നത്. പ്രണയത്തിൻ്റെ പേരിൽ എനിക്കുണ്ടാകുന്ന എല്ലാ തലവേദനകളും അവൻ ആത്മാർത്ഥമായി സന്തോഷിച്ചിരുന്നു. എല്ലാ സെമസ്റ്ററും ഫസ്റ്റ് ടൈം തന്നെ ക്ലിയർ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ എല്ലാവിധ തരികിടകളിലും ഞാൻ ഉൾപ്പെട്ടു. ഇങ്ങേര് ബോഡി വരച്ചിടുന്ന ഗ്രീക്ക് സിംബലുകളുടെ കാടിനുള്ളിൽ ഏതെങ്കിലും ഒരു റൂട്ടിന്റെ തുഞ്ചത്ത് തൂങ്ങി വരിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. To sing, everything's gonna swing, so get ready, here we go. Big or small, short or tall, you will all have a ball on the Tom and Jerry Show. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വില്ലനായി എക്സാമിൻ്റെ കടന്നു വരവ്. പിന്നീട് പ്രിപ്പറേഷൻ്റെ കാലം. അസൈൻമെൻറ്റ്, ലാബ്, ക്ലാസ് ടെസ്റ്റ്, ഇൻ്റേണൽ, റെക്കോർഡ്, പ്രൊജക്റ്റ്, ഫൈനൽ എക്സാം, ബാക്ക് പേപ്പർ. എൻ്റെ അമ്മേ.
ചിന്തകളുടെ പെരുമഴയത്ത് പകച്ചു നിന്നൊരു പിഞ്ചു ബാലനായിരുന്നു ഞാൻ. എഞ്ചിനീയറിംഗ് എന്നതൊരു ബാലികേറാമലയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെ അതങ്ങ് കടന്നുപോയി. പണ്ടെപ്പോഴും അമ്മയും പിന്നീട് ബാങ്ക് മാനേജറും പിന്നീട് പലപ്പോഴായി എൻ്റെ അധ്യാപകരും സുഹൃത്തുക്കളും പറഞ്ഞ പോലെ എന്നിലുള്ള എക്സ്ട്രാ നാലഞ്ച് തന്നെ ആണോ കുഴപ്പം? എനിക്ക് മാത്രം എക്സ്ട്രാ ആയി കിട്ടിയിട്ടുള്ള അഹങ്കാരമോ വിവരമില്ലായ്മയോ തുടങ്ങിയവ തന്നെ ആവണം എൻ്റെ ഈ മാന്യനായ സുഹൃത്തിനും പ്രശ്നമായത്. കാരണം എന്തൊക്കെയായാലും ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന ഈ വൃത്തികെട്ട കച്ചവടത്തിൻ്റെ ഇരകൾ മാത്രം.